കൂട്ടുകാരെ, ഞാനിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് അഹങ്കാരം വരുത്തിവെച്ച വീണ. കൂട്ടുകാരെ, ആമയുടെയും മുയലിൻ്റെയും കുറുക്കൻ്റെയും കഥകൾ നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ടാകുമല്ലോ. എന്നാൽ എൻ്റെ ഈ കഥ നടക്കുന്നത് തിരക്കേറിയ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. നോക്കൂ, ചൂളം വിളിച്ച് ഒരു ട്രെയിൻ സ്റ്റേഷനിൽ നിൽക്കുന്നത് കണ്ടില്ലേ? അതിലെ തിക്കിലും തിരക്കിലും ഇടയിൽ ഒരു യുവാവ് കോട്ടും സൂട്ടും അണിഞ്ഞ് ചെറിയ പെട്ടിയുമായി പുറത്തേക്ക് ഇറങ്ങി. പെട്ടി താഴെ വെച്ച് അയാൾ തൻ്റെ കൂളിംഗ് ഗ്ലാസ് പൊക്കി തലയിൽ വെച്ച് അയാൾ ചുറ്റും നോക്കി. തൻ്റെ ഈ പെട്ടി ചുമക്കാൻ ഒരു കൂലിക്കാരനെ വേണം. അയാൾ ഉറക്കെ വിളിച്ചു, കൂലിയേ കൂലി. എന്നാൽ ഒരൊറ്റ കൂലിക്കാർ പോലും അയാളെ തിരിഞ്ഞു നോക്കിയില്ല. അവരെല്ലാവരും ധാരാളം പെട്ടിയുമായി വന്ന യാത്രക്കാരുടെ പുറകെ പോയി. ഛേ, നാശം, ആരും വരുന്നില്ലല്ലോ, യുവാവ് പുറത്തു. അപ്പോൾ അതോടി വന്ന ഒരാൾ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ചോദിച്ചു, എന്തു പറ്റി? എൻ്റെ ഈ പെട്ടി ചുമക്കാൻ ഒരു കൂലിക്കാരനെ വേണം. ഈ പെട്ടി ചുമക്കാനാണോ താങ്കൾ ആളെ അന്വേഷിക്കുന്നത്? ഇത് താങ്കൾക്ക് തന്നെ എടുക്കാവുന്നതല്ലേ ഉള്ളൂ. ആ ചോദ്യം യുവാവിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. യുവാവ് അഹങ്കാരത്തോട് പറഞ്ഞു, നിങ്ങൾ എന്നെ കുറിച്ച് എന്തു കരുതി? പെട്ടി ചുമക്കാൻ്റെ ഗതികേടൊന്നും എടുക്കില്ല. ഓഹോ, അങ്ങനെയാണോ? എങ്കിൽ ഞാൻ ചുമക്കാൻ പറ്റി. അങ്ങനെ പറഞ്ഞ് യുവാവ് ഗമയിൽ സ്റ്റേഷന്റെ പുറത്തേക്ക് നടന്നു. ഒരു കുതിരവണ്ടിയുടെ മുമ്പിലെത്തിയപ്പോൾ പെട്ടി അതിൽ വെക്കാൻ പറഞ്ഞു. എന്നിട്ട് കുറച്ച് പണം അയാളോട് നേരെ നീട്ടി. എന്നാൽ ഒരു ചെറുപുഞ്ചിരിയോടെ അയാൾ പറഞ്ഞത് എന്താണെന്നോ? എനിക്ക് വേണ്ട, കുട്ടി തന്നെ വെച്ചോളൂ. അങ്ങനെ പറഞ്ഞ് അയാൾ നടന്നു പോയി. പിറ്റേന്ന് രാവിലെ നഗരത്തിലെ ടൗൺ ഹാളിൽ ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ എന്ന മഹാന്റെ പ്രസംഗം നടക്കുന്ന കാര്യം യുവാവ് അറിഞ്ഞു. ആ മഹാന്റെ പ്രസംഗം കേൾക്കാൻ കൂടി നിന്നവരിൽ നമ്മുടെ ആ യുവാവും ഉണ്ടായിരുന്നു. ആ വേദിയിലേക്ക് വന്ന ആളെ കണ്ട് യുവാവ് ഞെട്ടിപ്പോയി. ഇന്നലെ എൻ്റെ പെട്ടി ചുമന്ന ആളല്ലേ ഇത്? ഇത്രയും ഉന്നതിയിലുള്ള ആളാണോ ഒരു മടിയുമില്ലാതെ എൻ്റെ പെട്ടി ചുമന്നത്? എന്നാൽ ഞാനോ? തൻ്റെ പ്രവൃത്തിയിൽ യുവാവിന് വല്ലാതെ വിഷമം തോന്നി. അങ്ങനെ പ്രസംഗം കഴിഞ്ഞ് വേദിയിൽ നിന്നിറങ്ങിയ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് ആ കാലുകളിൽ മാപ്പ് ചോദിച്ചു. അദ്ദേഹം യുവാവിനെ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞത് എന്താണെന്നോ? വളർച്ച ഒരിക്കലും അഹങ്കാരത്തിന് ചവിട്ടുപടിയാവരുത്. അത് നമ്മളെ നാശത്തിൽ ചെന്നെത്തിക്കും. കൂട്ടുകാരെ, ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ ആരാണെന്നറിയാമോ? സാമൂഹ്യ പരിഷ്കർത്താവ്, അധ്യാപകൻ, സാഹിത്യകാരൻ എന്നീ നിലകളിൽ മഹാനാണ് അദ്ദേഹം. കൂട്ടുകാരെ, ഞാൻ പറഞ്ഞ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? നന്മ, ലാളിത്യം, വിനയം, സത്യസന്ധത എന്നീ കാര്യങ്ങൾ നമ്മൾ എത്ര ഉന്നതിയിലെത്തിയാലും അത് നമ്മളിൽ നിന്ന് മറന്നു പോകരുത്. ഇത്രയും പറഞ്ഞ് എൻ്റെ കഥ ഞാനിവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.